ഇതോനെ എങ്ങനാ എന്നാ പരിപാടി? ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയാണ്. അതായത് നമ്മളുടെ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് SILP സ്കൂൾ, അതായത് 100 വർഷം മേളിൽ പഴക്കമുള്ള ഒരു മാതൃകാ വിദ്യാലയം. ആ വിദ്യാലയത്തിൽ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നമ്മൾ ഗുഡ് സ്റ്റാൻഡ് പ്രൈവേറ്റ്സ് അസോസിയേഷൻ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഓണസദ്യ അവിടുത്തെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ടീച്ചർമാർക്കും പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവർക്കും ഓണസദ്യ നമ്മൾ ഈ വർഷവും എല്ലാ വർഷവും ചെയ്യുന്നതിൽ ഉപരിയായിട്ട് ഈ വർഷവും നമ്മളത് നടത്തപ്പെടുകയാണ്. അപ്പം ആ ഒരു സംരംഭത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. സ്കൂളിലെ പരിപാടിയായിരുന്നു ഇന്ന്. അപ്പം നമ്മളായിരുന്നു സദ്യ, നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു സദ്യ. ഇത് തുടങ്ങാൻ പോകണം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലോട്ട് പോകാം. ഞാൻ താമസിച്ച് വരാൻ വേണ്ടി ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോ എല്ലാം കഴിഞ്ഞാൽ താമസിച്ച് നമുക്ക് പരിപാടിക്ക് അങ്ങോട്ട് കയറാം. നമ്മളെല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം പോകാൻ നമുക്ക് സാധിക്കും. ഇത്രയും മനോഹരമായിട്ടൊരു മീറ്റിംഗ് നടത്താൻ സാധിച്ചതിന് ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ സദ്യ തുടങ്ങുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡിലുള്ള എല്ലാവരും ഉണ്ട്. ലിവിച്ചേട്ടായി, ലിവിച്ചപ്പൻ, പിന്നെ നമ്മുടെ സ്റ്റാൻഡിലുള്ള എല്ലാവരും ഉണ്ട്. ഇവിടെ എല്ലാവരും വന്ന് കുറച്ച് പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. അപ്പം ലാലണ്ണൻ, ബോബിച്ചൻ, ലിവിച്ചേട്ടായി എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവരിപ്പോൾ വരും. കുന്നനാലത്തിന്റെ വാനമ്പാടി ശകുന്തള കുന്നനാലുണ്ട്. മൂപ്പൻ എന്താണ് മൂപ്പു? ഹലോ ഹലോ ഈ പരിസരത്തുള്ള എല്ലാവർക്കും ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണസദ്യ നൽകുന്നതാണ്. അപ്പം ഈ വർഷവും നമ്മൾ പഴയതിലുപരിയായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സംരംഭം നന്ദി പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രൈവേറ്റ് യൂണിയൻ്റെ പേരിൽ ഈ സ്കൂളിനും മറ്റ് കുട്ടികൾക്കും ഈ ടീച്ചേഴ്സിനും പേരൻസിനും ഇതോനെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? അളിയോ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടായി പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ചോറെങ്ങനെ ഉണ്ടായിരുന്നു? ആയിരുന്നോ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തുവാ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തുവാ? ഏത് കറി ഇഷ്ടപ്പെട്ടെ? ആണോ? എല്ലാ വർഷവും നമ്മൾ സ്റ്റാൻഡിലുള്ളവരെല്ലാം ഒന്നിച്ചേർന്നാണ് കഴിക്കുന്നത്. ഈ വർഷം നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരും പല പ്രാവശ്യമായിട്ടാണ് വന്നത്. അത് കാരണം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല. അത് കാരണം എല്ലാവരും പലപ്പോഴായിട്ടിരുന്ന് കഴിച്ചത്. അതിൻ്റെ ഒരു സങ്കടം. Sabo. പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡിലോട്ട് പോവാണ്. ബാക്കിയുള്ള എല്ലാവരും ഓട്ടോ ഒക്കെ പോയി. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കാര്യസ്ഥൻ കണക്കൻ ഇവിടെ ഓണപ്പരിപാടി എല്ലാം കഴിഞ്ഞു. പാത്രം എല്ലാവരും ഒന്ന് കൊണ്ടുപോയി. സ്കൂളെല്ലാം അടച്ചു. എല്ലാം കഴിഞ്ഞ് നല്ലൊരു പരിപാടിയായിരുന്നു. നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരും മിക്ക ആൾക്കാരും ഉണ്ടായിരുന്നു. നമുക്കൊരു സങ്കടമായിപ്പോയി. നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും പലപ്പോഴായിട്ടാണ് വന്നത്. നമ്മൾ എല്ലാം നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 6 വർഷമായി സ്റ്റാൻഡിൽ വന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. 6 വർഷമായിട്ട് നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത് നല്ല രീതിക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും തികയുകയും ചെയ്തു. നമ്മളത് അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു.
പിന്നെ ടീച്ചർമാരൊക്കെ നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം നല്ല രീതിക്ക് നടന്നു. ഇനിയിപ്പം അടുത്ത വർഷം ഓണത്തിന് നമ്മൾ ഇച്ചിരൂടെ ഇതിലും നല്ല രീതിയിൽ നടത്തണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നല്ല പരിപാടിയാണ്. വലിയ വീഡിയോ ഒന്നും ഇല്ല, ചെറിയ നമ്മളിത് ഇങ്ങനെ പരിപാടി നടത്തിയപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, അത്രയേ ഉള്ളൂ. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പുറകെ വരാം. ഓക്കെ.